സകലരെയും സൗഖ്യമാക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 62-ാം അധ്യായം പ്രഖ്യാപിക്കുന്നു: ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ, അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ, അവിടുന്നാണ് നമ്മുടെ സങ്കേതം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ലോകം മുഴുവനും ദൈവത്തിൽ മാത്രം ശരണം വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നാം എപ്പോഴെങ്കിലും ദൈവത്തെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ട സമയം പാഴാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരികെ വരാം. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ രോഗങ്ങളും വേദനകളും അവിടുത്തെ മുൻപിൽ സമർപ്പിക്കാം. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം വ്യക്തമാക്കുന്നു: നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. സ്നേഹമുള്ളവരെ, നമുക്ക് ഒരു വിശ്വാസിയാകാം, ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തോട് നാമോ നമ്മുടെ പൂർവികരോ മാതാപിതാക്കളോ ചെയ്ത പാപത്തിന് മാപ്പ് ചോദിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 24-ാം തിരുവചനം വ്യക്തമാക്കുന്നു: നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്ത യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിൽ ഒരു പാപവും ഇല്ലായിരുന്നു. എന്നാൽ പഴയ നിയമമനുസരിച്ച് പാപം ചെയ്തവനെ കുരിശിൽ തറച്ചു കൊല്ലണമെന്ന നിയമം നിലനിൽക്കെ ഒരു പാപവും ചെയ്യാത്ത യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയാണ്. നമുക്ക് ആ കർത്താവിനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാം. അവിടുന്ന് നമ്മളെ സൗഖ്യമാക്കുന്ന ദിവസങ്ങളാണ്. കർത്താവിൻ്റെ വലിയ ശക്തി, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇപ്പോൾ പ്രവഹിക്കട്ടെ. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. നീ എൻ സ്നേഹമാ, നീ എൻ ജീവന, നീ എൻ സ്വന്തമാണെന്നേശുവേ. നീ എൻ സ്നേഹമാ, നീ എൻ ജീവന, നീ എൻ സ്വന്തമാണെന്നേശുവേ. നീ തന്ന രക്തവും നീ തന്ന മാംസവും നീ തന്ന പ്രാണനും ശ്രേഷ്ഠമേ. നീ തന്ന രക്തവും നീ തന്ന മാംസവും നീ തന്ന പ്രാണനും ശ്രേഷ്ഠമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ നാഥനേ. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും
നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്തു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളിൽ നിന്നും സകല രോഗങ്ങളും മാറ്റണമേ. ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിലേക്ക് തിരിച്ചു വരുന്നു. നിൻ ക്രൂശിലെ ത്യാഗമെൻ ഭാഗ്യമായി മാറി. നീ ഏറ്റ കഷ്ടങ്ങളോ എന്നെ ശ്രേഷ്ഠനാക്കി മാറ്റി. നിൻ ക്രൂശിലെ ത്യാഗമെൻ ഭാഗ്യമായി മാറി. നീ ഏറ്റ കഷ്ടങ്ങളോ എന്നെ ശ്രേഷ്ഠനാക്കി മാറ്റി. നീ ചുമന്ന നിന്ന എന്നെ മാന്യനാക്കി മാറ്റി. ആ നൊമ്പരങ്ങളെന്നിൽ ആനന്ദമായി മാറി. നീ ചുമന്ന നിന്ന എന്നെ മാന്യനാക്കി മാറ്റി. ആ നൊമ്പരങ്ങളെന്നിൽ ആനന്ദമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 നാഥനേ. നമ്മുടെ പാപങ്ങളും വേദനകളും അവിടുന്ന് മുൻകൂട്ടി ഏറ്റെടുക്കുകയായിരുന്നു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. നമുക്ക് ആ കർത്താവിൽ വിശ്വസിക്കാം. കർത്താവേ, ഞങ്ങളങ്ങേ രക്ഷകനായി സ്വീകരിക്കുന്നു. ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു. നിൻ തലയിലെ മുള്ളുകൾ എൻ പദവിയായി മാറി. ഓ ജീസസ്. നിന്നാഴമാം മുറിവുകൾ എൻ സൗഖ്യമായി മാറി. യേശുവേ, നിൻ തലയിലെ മുള്ളുകൾ എൻ പദവിയായി മാറി. നിന്നാഴമാം മുറിവുകൾ എൻ സൗഖ്യമായി മാറി. നീ ചൊരിഞ്ഞ രക്തമെന്നിൽ ജീവനായി മാറി. ആ പ്രാണവേദനയിൽ എൻ ജീവിതം ധന്യമായി. നീ ചൊരിഞ്ഞ രക്തമെന്നിൽ ജീവനായി മാറി. ആ പ്രാണവേദനയിൽ എൻ ജീവിതം ധന്യമായി. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് തിരികെ വരും. ഹല്ലേലൂയ, നാഥനേ. നീ എൻ സ്നേഹമാ, എൻ്റെ കർത്താവേ, നീ എൻ ജീവന, നീ എൻ സ്വന്തമാണെന്നേശുവേ. ഓ ഗ്ലോറി, ആരാധന. നീ എൻ സ്നേഹമാ, നീ എൻ ജീവന, നീ എൻ സ്വന്തമാണെന്നേശുവേ. നീ തന്ന രക്തവും നീ തന്ന മാംസവും നീ തന്ന പ്രാണനും ശ്രേഷ്ഠമേ. ഓ ഗ്ലോറി. നീ തന്ന രക്തവും നീ തന്ന മാംസവും നീ തന്ന പ്രാണനും ശ്രേഷ്ഠമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളിൽ നിന്നും സകല രോഗങ്ങളും എടുത്തു മാറ്റണമേ. ഞങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ലോകം മുഴുവനും കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം കർത്താവ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും കടന്നു വരട്ടെ എന്ന് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.